ഹലോ ഗായ്സ്, ഇന്നൊരു ബ്ലൗസ് അലങ്കോലപ്പണി ചെയ്ത് നോക്കിയാലോ. ഒരുപാട് ക്രിയേറ്റേഴ്സ് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ഒരു റീലാണ് കേട്ടോ ഇത്. ഈ സാരി എനിക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് ലേലമായിട്ട് മേടിച്ച സാരി മാത്രമല്ല, അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്കത് മേടിക്കാൻ പറ്റും. കുപ്പിവള, വിളക്കുകൾ, അങ്ങനെയൊക്കെ നമുക്ക് ലേലത്തിനായിട്ട് മേടിക്കാൻ പറ്റും. ഈ വർക്ക് ഞാൻ കുറേ നാളും കൊണ്ട് ചെയ്തൊരു വർക്കാണ്. കാരണം ഞാൻ നന്നായിട്ട് മടിയുള്ള ഒരാളാണ്. ചിലപ്പം ഒരു ബീഡൊക്കെ ആയിരിക്കും ഒരു ദിവസം പിടിപ്പിക്കുന്നത്. നമ്മൾ മടുത്തു പോകും. നമ്മൾ ചില ദിവസമൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് വെക്കും ഇത് ആവശ്യമില്ലാതെ. പക്ഷെ നമുക്ക് വേണ്ടി ഇത് ഒട്ടിച്ച് വെക്കാം. ഒട്ടിച്ച് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് അലക്കുമ്പോൾ പറഞ്ഞു പോകും. അപ്പോൾ ഒന്നും കൂടെ ഡ്യൂറബിലിറ്റി കിട്ടണമെങ്കിൽ ബാക്ക്വേർഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഇതിപ്പം കൂടുതൽ ഡെക്കറേഷൻ പണികളൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ആ വർക്ക് ഉണ്ടായിരുന്ന ഭാഗത്ത് തന്നെ ആ വർക്കില്ലാത്ത സ്പേസ് നോക്കി ബീഡ്സ് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നും ഇത് ചെയ്തിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം വെളിയിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. അല്ലാതെ വൃത്തികേടൊന്നുമില്ല. എൻ്റെ എല്ലാ എംബ്രോയ്ഡറി വർക്കും തന്നെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നാണ്. ചിലർക്ക് നന്നാവും, ചിലർക്ക് നന്നാവില്ല. എൻ്റെ ചിലപ്പോൾ നന്നാവാറേ ഇല്ല. ഇത് കുറച്ച് കുഴപ്പമില്ലാത്തൊരു സാധനം ആയതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. ഈ ടേബിള്, അതായത് ഈ ഫ്രെയിം ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും മറ്റും മേടിച്ചാണ്. വളരെ നല്ലൊരു ഫ്രെയിമാണ്. നല്ല സസ്റ്റൈനബിലിറ്റി, നല്ല ഡ്യൂറബിലിറ്റി ഉള്ളൊരു സാധനമാണ്. പക്ഷേ മേടിക്കുമ്പോൾ റിവ്യൂ നോക്കി മേടിക്കുക. കാരണം എനിക്ക് കിട്ടിയപ്പോൾ ഒരു ഞെട്ടില്ലായിരുന്നു. അപ്പം ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും കൊള്ളാം. അപ്പോൾ എന്താ വീഡിയോ ഇത്ര